ഇപ്പോഴത്തെ പിള്ളേർക്ക് ബന്ധങ്ങളുടെ വില അറിയോ, സ്നേഹത്തിന്റെ വില അറിയോ, ഒന്നും അറിഞ്ഞൂടാ. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പലരും കേട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പലരും വിലയിരുത്തുന്നതും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഒരു കുഞ്ഞു കട നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ കൃഷിയുടെ തീർത്ഥാടനത്തോടനുബന്ധിച്ച്. അപ്പൊ ഇവിടെ കുറെ പിള്ളേർ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അവർ സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം ഇപ്പൊ ഒരു 35-40 ആ റേറ്റിലുള്ള സാധനങ്ങളായിരിക്കും. അവരത് നോക്കിയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ റേറ്റ് കേൾക്കുമ്പോഴത്തേനും അവരൊന്ന് പിൻവലിയും. കാരണം അവർക്ക് അറിയാം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതിനുള്ള പൈസ ഇല്ലെന്ന്. അപ്പത്തേനും അവരങ്ങ് മാറിയിട്ട് ഇല്ല ഇത് വേണ്ട, ചോക്കോ ബാർ മതി അല്ലെങ്കിൽ മാംഗോ ബാർ മതി എന്നൊക്കെ പറയും. സോ പക്ഷെ അവരുടെ മാതാപിതാക്കള് പക്ഷെ അപ്പോഴും നിർബന്ധിക്കും. കാരണം അവർക്ക് അവരുടെ മക്കൾക്ക് കുറച്ച് കൂടിയത് വാങ്ങിക്കൊടുക്കണമെന്നായിരിക്കുമല്ലോ. അപ്പോഴും ഇല്ലമ്മ എനിക്കത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ആന്റി അതെനിക്ക് വേണ്ട, എനിക്ക് ഇത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാക്സിമം ആ ഒരു പൈസ കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. റേറ്റ് കുറവുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കും. അത് ഒന്നോ രണ്ടോ പേര് എന്നല്ല, ഒരുപാട് പേര് എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ പിള്ളേരെ പറ്റിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന്. പിന്നെ അത് മാത്രമല്ല, അവര് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ. കാരണം ഇപ്പൊ അവരുടെ കൂടെ ഉള്ള ഒരാള് ഇന്നലെ നടന്നൊരു സംഭവം, ഒരാള് അവരൊരു ഗ്രൂപ്പായിട്ട് വന്ന, അപ്പൊ അതിലൊരാള് ഒരു കൊച്ച് ബാക്കി നടന്ന് വരുന്നേ ഉള്ളൂ. അപ്പൊ ബാക്കി എല്ലാവർക്കും വാങ്ങി. അപ്പൊ ഇവരെ കൂടെ ഉള്ള മുതിർന്നവര് ഇവരുടെ കൂടെ ഉള്ളവർക്ക് മാത്രം വാങ്ങി. അപ്പൊ അതൊരു കുഞ്ഞു കൊച്ച്, എനിക്ക് തോന്നുന്നൊരു 4-5 ആയി കാണും ഒരു കൊച്ച്. അപ്പൊ അവൻ ചോദിക്കുകയാണ് നമുക്ക് മറ്റേ കുട്ടിക്ക് വേണ്ടി വാങ്ങണ്ടേ. അപ്പൊ അവര് പറഞ്ഞല്ല, നീ ഒരു കാര്യം ചെയ്യ്, കഴിച്ചോ, പിന്നെ നമ്മൾ അവിടെ വരെയാണെങ്കിൽ വേണമെങ്കിൽ ചോദിച്ചാൽ അല്ലല്ല വാങ്ങി വെച്ചോ കുഴപ്പമില്ല. അതായത് കൂടെ ഉള്ള ഒരാൾക്ക് നമ്മളെ പോലെയാണ്, അവർക്കും അത് വേണം എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു മനസ്സ് ഈ ഈ കൊച്ചു പ്രായത്തിലെ അവർക്കുണ്ട്. ഞാനൊക്കെ ഇപ്പൊ പൈസയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് എന്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ്. കാരണം നമ്മളെ പൈസയാണല്ലോ, നാളെ നമ്മൾ ഒരു സാധനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയായിരിക്കും, അതെടുത്ത് ഉപയോഗിച്ചാൽ ഇന്നെങ്ങനെ വാങ്ങും എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. പക്ഷേ ഈ പിള്ളേരൊക്കെ ഇപ്പോഴേ അതൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയല്ല, അതായത് ഈ സ്നേഹമില്ലാത്തവരോ അങ്ങനെയൊന്നും അല്ല. നല്ല സ്നേഹമുള്ള പിള്ളേര് നമ്മളെ ഈ കാലഘട്ടത്തിലും ഉണ്ട്.